ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറം മാസത്തിലൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മളെ ഒന്നുകൂടി നീട്ടിയിരിക്കുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം മുഹറം മാസം പുതിയ വർഷത്തിന്റെ തുടക്കമാണ്. പുതിയ വർഷം തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി യുവത്വത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെ യുവത്വം തീർന്ന് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു എന്നാണ്. നമ്മളെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങുന്നു, നരകൾ വരുന്നു, തൊലി ചുളിയാൻ തുടങ്ങുന്നു, അവയവങ്ങൾക്ക് ബലക്ഷയം ബാധിക്കുന്നു, മനസ്സാഗ്രഹിക്കും പോലെ ശരീരം പോകുന്നില്ല, വാർദ്ധക്യമുണ്ടാക്കുന്ന അവശതകളും ബലഹീനതകളും അനുഭവിക്കാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ തന്ന നമ്മുടെ ആയുസ് കുറയുന്നു എന്നർത്ഥം. ഖബറിലേക്ക് ഒന്നുകൂടി നമ്മൾ അടുക്കുന്നു എന്ന് സാരം. നമ്മളെ പൊതിയാനുള്ള കഫൻ പുടവകൾ ഏകദേശം അടുത്തെത്തുന്നു എന്നർത്ഥം, ഓരോ വർഷം കഴിയും തോറും. അതുകൊണ്ടാണ് മുഹറം മാസത്തിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുള്ളവർ ആലോചിക്കുമെന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം. സത്യവിശ്വാസികൾ അതല്ലെങ്കിൽ ബുദ്ധിയുള്ള വകതിരിവുള്ള ആളുകൾ ഒരു വർഷം ആയുസ്സിൽ നിന്ന് കഴിയുമ്പം അവരത് ആഘോഷിക്കൂല, അവർക്ക് സന്തോഷം ഒരിക്കലും ഉണ്ടാവൂല, അവര് കരയും, അവരുടെ മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെടും. കാരണം അവസരം തീരാൻ പോവാണ്. ദുനിയാവിന്റെ മറ്റെന്ത് കാര്യങ്ങളും ഒന്നൊരിക്കൽ നഷ്ടപ്പെട്ടാൽ അതെപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. ഒരാൾക്ക് പണം നഷ്ടപ്പെട്ടു, ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അയാൾക്കത് ഉണ്ടാക്കിയെടുക്കാം. മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി പോം വഴികളുണ്ട്. പക്ഷെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം അങ്ങ് തീർന്നാൽ അത് തിരിച്ചു വാങ്ങാനുള്ള വഴികൾ ഇന്ന് ദുനിയാവിലില്ല, അത് തീർന്നതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുകയാണ് ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു
പറഞ്ഞതുപോലെ. അതുകൊണ്ട് മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ചില വാക്കുകളും ചില ആയത്തുകളുമുണ്ട്. അതിലൊന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യും. നിങ്ങൾ നിങ്ങളെപ്പറ്റി സ്വയം ഒന്ന് വിലയിരുത്തി. നിങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഖൈറാണോ അതല്ല ഷർറാണോ, അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും സമാധാനത്തോടെ അർപ്പിക്കാൻ പറ്റിയ അമൽ സാലിഹുകൾ എന്തെങ്കിലും ഉണ്ടോ, അതല്ല അള്ളാഹുവിന്റെ മുമ്പിൽ തലകുത്തി നിൽക്കേണ്ടി വരുന്ന നാണം കെട്ടു പോകുന്ന എന്തെങ്കിലും അബദ്ധങ്ങളാണോ ചെയ്തു കൂട്ടിയത്? ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യൽ. അദ്ദേഹം പറഞ്ഞു, ഒരു വിചാരണ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്ക് ഈ ആയുസ് തന്ന നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആയുസിനെ പറ്റി ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഈ 12-1 മണിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രകാശം, സൂര്യന്റെ വെയിലിന്റെ പ്രകാശം, അത് എത്രത്തോളം സത്യമാണോ അതിനേക്കാൾ പരമാർത്ഥമാണ് ഈ ആയുസ് നിങ്ങൾക്ക് തന്ന അള്ളാഹു അതിനെപ്പറ്റി നിങ്ങളോട് വിചാരണ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഹാസിബു അൻഫുസകും, സ്വയം ഒന്ന് വിചാരണ ചെയ്തോളിൻ. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്. വസിനു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ ഒന്ന് തൂക്കി നോക്കി. ശരീരത്തിന്റെ ബലം നോക്കാനല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനപ്പുറത്ത് ഈ പുതിയ വർഷം വന്നപ്പം തടിയൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടോ, ആരോഗ്യമൊന്ന് കൂടിയിട്ടുണ്ടോ, കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ടോ നോക്കാനല്ല. നിങ്ങൾക്ക് അല്ലാഹു തന്ന ആരോഗ്യമുള്ള ഈ ശരീരം കൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ ചെയ്ത അമലുകളെ നിങ്ങളൊന്ന് തൂക്കി നോക്കി. അതിന്റെ ഭാരം ഇത്രയുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ അമലുകൾ തൂക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഖബ്ല അൻ തൂസനു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ സംവിധാനിച്ചിരിക്കുന്ന മീസാൻ അത് ഹഖാണ്, സത്യമാണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നീതിയുടെ ത്രാസ് നാം സ്ഥാപിക്കും. അവിടെ അനീതിയില്ല, അന്യായമില്ല, അവിടെ അക്രമം കാണിക്കലില്ല. എത്രത്തോളം അല്ലാഹു പറഞ്ഞെന്നറിയോ? ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മീസാനിന്റെ മുന്നിൽ ഒരിക്കലും നിങ്ങളോട് അക്രമം കാണിക്കപ്പെടൂല. ലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നിങ്ങൾ ചെയ്തു വച്ച നിങ്ങളുടെ കർമ്മങ്ങൾ ഒരു അണുമണി തൂക്കമുള്ളതാണെങ്കിലും ഷർറാവട്ടെ ഖൈറാവട്ടെ അത്തൈനാ ബിഹാ, ഞാൻ അവിടെ കൊണ്ടുവരും. എന്നിട്ടത് തൂക്കൂന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലവും നിങ്ങൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയും. അതുകൊണ്ട് അവിടെ ആഖിറത്തിൽ അല്ലാഹു തൂക്കുന്നതിന് മുമ്പ് വസിനു, കഴിഞ്ഞ ഒരു വർഷത്തെ ഈ മുഹറം മാസത്തിൽ നിങ്ങളൊന്ന് തൂക്കിക്കോളെ. ഫമൻ വജദ ഖൈറൻ, കഴിഞ്ഞൊരു വർഷം നിങ്ങൾ ആരെങ്കിലും ബോധത്തോടെയാണ് ജീവിച്ചതെങ്കിൽ, മതിമറന്നില്ല, അള്ളാഹുവിനെ വിസ്മരിച്ചില്ല, ദുനിയാവിന്റെ സുഖങ്ങളിലും രസങ്ങളിലും കണ്ണു മഞ്ഞളിച്ച് അതിന്റെ ബാക്കിൽ പരക്കമ്പാന് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ ഓൻ അള്ളാഹുവിനെ സ്തുതിച്ചോളിൻ, ഓൻ വലിയ ഭാഗ്യവാനാണ്. അയാൾക്ക് ഈ ദുനിയാവിൽ കിട്ടാവുന്ന നിഅമത്തുകളിൽ ഏറ്റവും നല്ല നിഅമത്ത് കിട്ടിയവനാണ്. കഴിഞ്ഞ ഒരു വർഷം അള്ളാന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി. അൽഹംദുലില്ലാഹ്. വമൻ വജദ ഗൈറ ദാലിക്, ഇനി കഴിഞ്ഞ ഒരു വർഷം നന്മയിലല്ല കഴിഞ്ഞു പോയത്. തിന്മകള്, വേണ്ടാധീനങ്ങള്, തോന്നിവാസങ്ങള്, മദ്യപാനം, മയക്കുമരുന്ന്, പെണ്ണുപിടി, പലിശ, തോന്നിവാസങ്ങള്, നാവിനെ സൂക്ഷിച്ചില്ല, കണ്ണിനെ സൂക്ഷിച്ചില്ല, അവയവങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇടപാടുകൾ ശ്രദ്ധിച്ചില്ല, ഹുഖൂഖുകൾ പൂർത്തിയാക്കിയില്ല. താന്തോന്നികളെ പോലെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു പോയെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, ആരെയും കുറ്റം പറയണ്ട. ഓനാരെയും ഇതിന്റെ കാരണക്കാരനായി മുന്നോട്ട് കൊണ്ടുവരും വേണ്ട. ഓനാ എന്നെങ്ങനെ ആക്കിയത്, ഓനപ്പനം കൂടിയിട്ട് അങ്ങനെ ആയത്, ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ ആയത്, അങ്ങോട്ട് പോയത് കൊണ്ട് അങ്ങനെ ആയത്. ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്,
ബുദ്ധിയുള്ള വകുതിരിവുള്ള മനുഷ്യൻ എന്ന സ്ഥിതിക്ക് നീ നിന്നെ തന്നെ ആക്ഷേപിച്ചാ മതി. നിനക്കറിയില്ലേ, ഒരു ദിവസം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോവേണ്ടി വരുമെന്ന്, അവിടെ നിന്റെ അമലുകൾ തൂക്കപ്പെടുമെന്ന്. ആ ബോധം നഷ്ടപ്പെട്ടു പോയതാണ്. ഈ മുഹറം അത് തിരുത്താനുള്ള അവസരമാണ്. എന്തുകൊണ്ടറിയോ? അള്ളാഹു ഒന്നും കൂടി കൂട്ടി തന്നു. അൽഹംദുലില്ലാഹ്. വസിനു ഖബ്ല അൻ തുസനു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വതസയ്യനു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയാക്കിക്കോളിൻ, മനോഹരമാക്കിക്കോളിൻ. നിങ്ങൾക്ക് കരയേണ്ടി വരുന്ന അവസ്ഥ വരാതെ, നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരുന്ന അവസ്ഥ വരാതെ ഒരു വർഷം കൂടി അള്ളാഹു കൂട്ടിത്തന്നാൽ നിങ്ങൾ അതിനെ ഗനീമത്ത് പോലെ കണ്ട് ഭംഗിയാക്കാൻ ശ്രമിച്ചോളിൻ. എങ്ങനെയാ ഭംഗിയാവുക? ഉള്ളിനൊരു ഭംഗിയുണ്ട്, പുറത്തൊരു ഭംഗിയുണ്ട്. പുറത്തുള്ള ഭംഗി നമ്മുടെ വസ്ത്രത്തിലാണ്, നമ്മുടെ ശരീരത്തിലാണ്, നമ്മുടെ സുഗന്ധത്തിലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണ്. അതാക്കിക്കോളിൻ. അതിന്റെയും അപ്പുറത്ത് വാരിയല്ലിന്റെ ഉള്ളകത്തൊടിഞ്ഞു കിടക്കുന്ന ഇത്തിരി പോന്നൊരു സാധനമുണ്ട്. അലാ വഹിയൽ ഖൽബ്. അതിനെ മനോഹരമാക്കിക്കോളിൻ, അതിനെ കഴുകി ശുദ്ധിയാക്കിക്കോളിൻ. അതിനെ കഴുകാനുള്ള വെള്ളം അൽ ഇസ്തിഗ്ഫാർ. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു വിളിച്ച് അതിനെ കഴുകി ശുദ്ധിയാക്കിക്കോ. എന്തുകൊണ്ടറിയോ? ഖബിലൽ അറദിൽ അക്ബർ. ഒരു വലിയ പ്രദർശനത്തിന്റെ ദിവസം വരാൻ പോകുന്നുണ്ട്. എക്സിബിഷൻ, അറദുൽ അക്ബർ. അല്ലാഹുവിന്റെ കോടതിയിൽ മാലോകര് മുഴുവനും ഒരുമിച്ച് കൂടപ്പെടും. അവിടെ ഓരോ വ്യക്തികളെ, മടിക്കേരി എന്ന് പറയുന്ന മലമുകളിൽ താമസിക്കുന്ന ഓരോ ആണിനെയും ഓരോ പെണ്ണിനെയും വേർതിരിച്ച് അവരവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിച്ച് ഉടമസ്ഥന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഇത് ഹക്കാണ്, സത്യമാണ്, വെറുതെ പറയുന്ന വാക്കല്ല. സലാഹുദ്ദീൻ എന്ന് പേരുള്ള എന്റെ ഉപ്പ അബ്ദുള്ളയിലേക്ക് ചേർത്ത് വിളിച്ച് ഉടമസ്ഥനായ റബ്ബിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് എന്റെ മുന്നിൽ കയ്യിൽ എന്റെ കിതാബ് തരും. എന്നിട്ട് പറയും, ഇഖ്റാ കിതാബക്, നീ നിന്റെ കിതാബ് ഒന്ന് ഉറക്കെ വായിക്ക്, നിന്റെ ഏട് നീ ഒന്ന് വായിക്ക്. നമ്മൾ മറന്ന പലതും നമ്മൾ ആ വരികളിൽ നോക്കി വായിക്കും. അറദുൽ അക്ബർ, അതിഭയങ്കരമായ പ്രദർശനം. ഓടാൻ കഴിയില്ല, ഒളിച്ചു പോവാൻ കഴിയില്ല. മലായിക്കത്തിന് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് തൽക്കാലം എന്നെ ഇപ്പം വിളിക്കണ്ട പറയാൻ സാധിക്കൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഞാൻ കൊണ്ടുവരിക തന്നെ. അന്നായിരിക്കുമോ പറയുക, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ ووجدوا ما عملوا حاضرا فلا يظلم ربك أحدا. നിങ്ങളൊക്കെ എന്ന് ഓതിയിട്ടുണ്ടാവും സൂറത്തുൽ കഹ്ഫിൽ. ആ കിതാബ് കൈ പിടിച്ചിട്ട് അള്ളാഹു വായിക്കാൻ പറയുമ്പോൾ പറയും, ഹായ് ഹായ്, ഇതെന്തൊരു കിതാബാണ്, ഞാൻ ഇതൊക്കെ എപ്പോഴേ മറന്നുപോയതാണ്, ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ചെറുതും വിട്ടിട്ടില്ല, വലുതും വിട്ടിട്ടില്ല. ചെയ്തത്, കണ്ടത്, ചിന്തിച്ചത്, പ്രവർത്തിച്ചത്, എഴുതിയത്, പറഞ്ഞത്, അത് മുഴുവൻ അങ്ങനെ കൃത്യമായിട്ടുണ്ട്. നിഷേധിക്കാതിരിക്കാൻ ലൈവായിട്ട് അല്ലാഹു ദുനിയാവിന്റെ ചിത്രം പ്ലേ ചെയ്യും, കാണിച്ചു തരും. അല്ലാഹു പറഞ്ഞു, വലാ യദ്ലിമു റബ്ബുക അഹദ, നീതിമാനായ നിന്റെ റബ്ബ് ആരോടും ദുൽമ ചെയ്യൂല. എന്നാ കിതാബ് വായിച്ചിട്ട് നീ പറ, നീ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെന്ന്. ഇനി ചെയ്ത് നീ നിഷേധിക്ക്. മനുഷ്യൻ അവന്റെ സ്വഭാവം വെച്ച് നിഷേധിച്ചാൽ അവൻ ഏത് ഭൂമിയുടെ പുറത്ത് വെച്ചാണോ അത് ചെയ്തത്, അതിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. എന്ത് ചെയ്യും? പിന്നെയും നിഷേധിക്കാൻ ശ്രമിക്കും. അല്ലാഹു പറഞ്ഞു, നഖ്തിമു അലാ അഫ്വാഹിഹിം, ആ കള്ളന്റെ വായിൽ ഞാൻ സീല് വെക്കും. അല്ലാഹു കാക്കട്ടെ. നന്മകൾ കണ്ട് സന്തോഷിക്കുന്ന, ചിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു നമുക്ക് ജീവിതം നസീബാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പറയുന്ന ഞാനും നിങ്ങളും അമലുകളെ ഭംഗിയാക്കിക്കോളേൻ, സ്വഭാവം നന്നായിക്കോളേൻ, കൽബ് നന്നാക്കിക്കോളേൻ, അമലുകൾ നന്നാക്കിക്കോളേൻ, ബന്ധങ്ങൾ നന്നാക്കിക്കോളേൻ. ആ ദിവസം
തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിൽ ആരും ആർക്ക് വേണ്ടിയും ചോദിക്കാനും വാദിക്കാനും വരൂല. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ആരും ആർക്ക് വേണ്ടിയും വരൂല. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ. എന്താ വാക്കിന് അർത്ഥം എന്നറിയോ? ഇങ്ങനത്തെ ഒരു വിചാരണയും ഇങ്ങനത്തെ ഒരു തൂക്കലും ഈ പ്രദർശനവും ഒക്കെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ. നിങ്ങൾ നിഷേധികളല്ലല്ലോ, നിങ്ങൾ ഇതൊക്കെ തള്ളിക്കളയുന്ന ആൾക്കാരല്ലല്ലോ, ഇങ്ങനൊരു സംഭവം നടക്കാനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ. എങ്കിൽ ഓരോരുത്തരും ചിന്തിച്ചോ, ആ ദിവസത്തേക്ക് എന്താ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന്. സഹാബാക്കളുടെ സ്വഭാവം എന്താ അറിയോ? നമ്മൾ പരസ്പരം കാണുമ്പം, എടാ ഭാവിയിലേക്ക് എന്തെങ്കിലും ആക്കുന്നുണ്ടാ, അല്ല ഇങ്ങനെല്ലാം കിട്ടുന്നെല്ലാം അടിച്ചു തീർക്കേന്ന്, അവിടെ ചെലവാക്കുന്നു ഇവിടെ ചെലവാക്കുന്നു, മക്കളൊക്കെ വളർന്നു വരികയല്ലേ, എന്തെങ്കിലും ബാക്കിയാക്കുന്നുണ്ടാ? ദുനിയാവിലെ സ്വാഭാവികമായ ചോദ്യം, തെറ്റൊന്നുമല്ല ചോദിക്കാം. പക്ഷെ സഹാബാക്കൾ ചോദിക്കൽ എന്താ അറിയോ? ആഖിറത്തിലേക്ക് എന്തെങ്കിലും ആക്കുന്നുണ്ടോ, എന്തെങ്കിലും ബാങ്കിലേക്ക് ഇട്ട് വെക്കുന്നുണ്ടോ? ഒരു സഹാബി വന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതസ്സാ. പലപ്പോഴും നമ്മൾ കേട്ട ഹദീസാണ് മതസ്സാ, അന്ത്യനാൾ എപ്പോഴാ സംഭവിക്കുക? അള്ളാന്റെ ഹബീബിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അഅദത്ത ലഹാ, അതെപ്പോഴും സംഭവിച്ചോട്ടെ, നീ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താ നിന്റെ കൈമലുള്ളത് കൊണ്ടുപോവാൻ? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു പിന്നെയും പറഞ്ഞു, അള്ളാഹനെ സൂക്ഷിച്ചോളിട്ടോ, ഇല്ലെങ്കിൽ രക്ഷ കിട്ടൂല. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അടിയാറുകളെ, അള്ളാനെ മറന്ന് ജീവിക്കുന്നവനെ പോലെ നിങ്ങൾ ആവരുത് കേട്ടോ. എത്ര നല്ല ഉപദേശം നോക്കിയേ. എന്നെ മറന്ന് താന്തോന്നികളെ പോലെ ജീവിക്കുന്നവരായി നിങ്ങൾ മാറണ്ട കേട്ടോ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അഥവാ നിങ്ങൾ എന്നെ മറന്നുകൊണ്ടാ ജീവിച്ചതെങ്കിൽ ഫഅൻസാഹും, അല്ലാഹ് നിങ്ങളെയും മറപ്പിച്ചു കളയും. അള്ളാഹ്ക്ക് മറവിയുണ്ടോ? ഇല്ല. അള്ളാഹ് മറക്കുന്നുവെന്ന് പറയാൻ പാടില്ല, അത് ഐബാണ്. അള്ളാഹുവിന് ഐബ് ചേരൂല, ന്യൂനത ഉണ്ടാവൂല. പക്ഷെ ആ മറവി എന്താ അറിയോ? തഅദീബ്, അതൊരു ശിക്ഷയാണ്. ദുനിയാവിൽ ഇതെല്ലാം തന്ന റബ്ബ്, ഈ തടി, ഈ ആരോഗ്യം, ഈ കുപ്പായം, ഈ പാന്റ്, ഈ കന്തൂറ, ഈ സൗന്ദര്യം, ഈ നിറം, ഈ ആരോഗ്യം, ഈ ഭാര്യ, ഈ മക്കൾ, ഈ വാഹനം, ഈ വീട്, ഈ തോട്ടം, ഈ സൗകര്യം എവിടുന്ന് കിട്ടി? ഞാൻ ഉണ്ടാക്കിയല്ല, ഒരിക്കലുമല്ല. നമ്മളുണ്ടാക്കിയതേ അല്ല. മിമ്മാ റസഖ്നാകും, അടിമകളെ ഞാൻ നിങ്ങൾക്ക് തന്നത് നിന്റെ ഖുവത്ത് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടുമല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, നീ ദുനിയാവിൽ എന്തെങ്കിലും ഒന്നായതുകൊണ്ടേ അല്ല. നീയാകുന്ന എന്റെ അടിമക്ക് ഞാൻ നൽകിയ നിഅമത്ത്, ഫദ്ല്, ഔദാര്യം ഞാൻ തന്നത് ഇതൊക്കെ തന്ന നിന്റെ റബ്ബുൽ ഇസ്സത്തിനെ ഓർക്കലുണ്ടോ? ഇതെല്ലാം തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നീ മറന്നല്ലോ. ആ മറന്നതിന്റെ തഅദീബ്, അതിന്റെ ശിക്ഷ എന്താണെന്നറിയോ? നാളെ ഞാനും നിന്നങ്ങ് വിട്ടളയും, ഞാനും നിന്നെ പരിഗണിക്കൂല. ഫഅൻസാഹും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മാത്രമല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു, മുഹറം വർഷത്തിന്റെ തുടക്കമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്ന പോലെ മടക്കേരിയിലുള്ള മുവഹിദുകളോടുള്ള നസീഹത്താണ്, ഉപദേശമാണ്. അള്ളാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് വായിച്ചു നോക്കണം. അലം യഅനി ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ, നേരമായില്ലേ? അല്ലാഹുവിനെ ഓർത്ത് അവന്റെ മുന്നിൽ വിനയാന്വിതരാവാൻ. നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. നിങ്ങൾ എന്തിനാ കാത്തു നിൽക്കുന്നത്? വയസ്സാവാനാ? ഇനിയും കുറച്ചും കൂടി നേരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ ഇപ്പോഴും കുറച്ച് കയ്യിട്ട് ഇപ്പൊ ഈ പ്രായത്തിലല്ല ഇതെല്ലാം ചെയ്യാൻ പറ്റൂ, കുറച്ചാകുമ്പോ പിന്നെ എങ്ങനെയാ പറ്റുക, ഇതെല്ലാം ആരോഗ്യമുള്ള സമയം, അങ്ങനെ വിചാരിച്ചിട്ടാ? അല്ല നിന്റെ ചങ്ങായി മാറട്ടെ എന്നിട്ട് ഞാൻ മാറാന്ന് വിചാരിച്ചിട്ടാ?
അല്ല, കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് മതി പരീക്ഷയിൽ ഒഴിവാക്കല്. അങ്ങനെ തീരുമാനിച്ചതാ. കുറച്ചും കൂടി പൈസ പുരവെക്കാനുണ്ട്, മോളെ കെട്ടിക്കാനുണ്ട്, മോനെ പഠിപ്പിക്കാനുണ്ട്. പെട്ടെന്ന് നിർത്തിയ പൈസ അങ്ങനെ തന്നെ അടിഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് കാത്തു നിൽക്ക. അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികളെയാ വിളിച്ചേ, കാഫിര്യങ്ങളല്ല, വിശ്വാസികളെ. ഇനിയും നേരായില്ലേ? ഈ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത് ആര് ജീവിക്കുമ്പോ എന്നറിയോ? റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് അല്ലാഹ് പറഞ്ഞ സഹാബത്ത് ജീവിക്കുമ്പോൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഉടമസ്ഥനായ റബ്ബ് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യാണിത്. അലം യഅ്നിലില്ലദീന ആമനു, ഇനിയും ഈ വിശ്വാസികൾക്ക് നേരമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയിൽ അവന്റെ മുന്നിൽ അടിമയാവാൻ. ആരാ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരെയും കാത്തു നിൽക്കണ്ട, അത് നിങ്ങൾക്ക് രക്ഷയായിരിക്കൂല. സൂറത്തുൽ മആരിജ്. ഇന്നഹും യറൗനഹു ബഈദാ. ഓനെന്താണെന്നറിയോ നന്നാവാത്തത്? ഇനിയും കുറേ കാലം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. 2025 വന്നപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഇതിനറിയാം ഇനിയൊരു കൊല്ലം ജീവിക്കാൻ പോകുന്നത് വെറുതെ വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ ഓൻ നന്നാവട്ടെ, ഇവൻ നന്നാവട്ടെ, അവനാവട്ടെ, ഇവനാവട്ടെ. ഇന്നഹും യറൗനഹു ബഈദാ. അല്ലെങ്കിൽ നല്ല കറുപ്പുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ജിമ്മനാണ്, അതുകൊണ്ട് ഇപ്പൊന്നും പോകില്ല എന്നുള്ള തോന്നലും എൻ്റെ മനസ്സിൽ വെറുതെ വന്നുപോയി. ഡോക്ടറെ കണ്ടിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്തു. വയസ്സ് 60 ഫുൾ ചെക്ക് ചെയ്തു. നോക്കുമ്പോ ഫുൾ ക്ലീൻ, ഹെൽത്തി ബോഡി. സീൽ വെച്ച് ഡോക്ടർ തന്നിൽ 65 വയസ്സുള്ള ഉപ്പാപ്പയും ഉമ്മാമയും നോക്കിയിട്ടും പറയും ഇന്നഹും യറൗനഹു ബഈദാ. ആ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴേ മരിക്കൂല. വനറാഹു ഖരീബാ. പക്ഷേ അടിയാറുകളെ, എനിക്കറിയാം നിങ്ങൾ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ കുറെ ദൂരെ കാണുന്നത്, പക്ഷേ അത് അടുത്തെത്തിയിട്ടുണ്ട്. ഏതാ ദിവസം എന്നറിയോ? യൗമ തകൂനു സ്സമാഉ കൽമുഹൽ, ആകാശം ഒരു ദ്രാവകം പോലെ ഉരുകി ഒലിക്കുന്ന ദിവസം. വതകൂനുൽ ജിബാലു കൽഇഹൻ, ഭൂമിക്ക് ആണിയായി സംവിധാനിച്ച പർവ്വതങ്ങള് പന്നിക്കെട്ടുകളെ പോലെ പറക്കുന്ന ദിവസം. അന്ന് മനുഷ്യന്റെ സംവിധാനം എവിടെ പോവും? ഇപ്പൊ നമ്മള് ഉരുൾപൊട്ടാതിരിക്കാൻ, ഭൂമി കുലുക്കം വരാതിരിക്കാൻ, സുനാമി വരാണ്ടിരിക്കാൻ സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, അങ്ങനെ പലതുണ്ടല്ലോ. പക്ഷെ ഒരു ദിവസം വരും, ദ്രാവകം മുറ്റി ഇരുമ്പ് ഉരുങ്ങി ഒഴിക്കുന്ന പോലെ ആകാശം മൂളുന്നു, താഴോട്ടൊഴുകും. പർവ്വതങ്ങൾ പഞ്ഞി പാറുന്ന പോലെ. അപ്പൂപ്പന്താടിയില്ലേ, പഴയ അപ്പൂപ്പന്താടി, ഇങ്ങനെ പറക്കുന്ന സാധനം. മലകൾ, ഹിമാലയ പർവ്വതങ്ങൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങും. അള്ളാഹു എന്താ പറഞ്ഞിരുന്നറിയോ? അതാണ് ഞാൻ, എന്നോട് കളിക്കരുത്, എന്നെ വെല്ലുവിളിക്കാനും എന്റെ മുമ്പിൽ നെഞ്ചു വിളിക്കാനും നിൽക്കരുത്. നിങ്ങൾക്ക് എത്താൻ കഴിയൂല. അങ്ങനെ നിങ്ങൾക്കത് സാധ്യമേ അല്ല. നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയെ ഉറപ്പിക്കാൻ ഞാൻ ഉണ്ടാക്കിയതാണ് ആണി. പർവ്വതങ്ങള് പഞ്ഞുകളെ പോലെ ആക്കി കളയും ഞാൻ, പാറും. മാത്രമല്ല വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ആ ദിവസം വന്നെത്തിയാൽ ചങ്ങാതിമാരെ പറ്റി ചോദിക്കുക പോലുമില്ല. ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, ഓന് എന്ത് ഒരാഴ്ചയായിട്ട് ചങ്ങായി വിളിച്ചിട്ടല്ലോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഒരു വിഷമം, ഒരു സങ്കടം. നമ്മുടെ യാത്രയിലാണ്, ഭാര്യന്റെ കോള് വരുന്നില്ല, ഭാര്യ വിളിക്കുന്നില്ല, എന്നപ്പോ ഓള് വിളിക്കാത്തത്? ഒരു വിഷമം, പ്രയാസം. ലാ യസ്അലു ഹമീമുൻ ഹമീമ. ഇവിടെ ചഡ്ഡി ദോസ്താണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. അങ്ങനെ ജിഗരി ദോസ്ത്. എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും. അടിക്കാനും പിടിക്കാനും കുടിക്കാനും എവിടെയും അടിക്കാനും കഞ്ചാവ് അടിക്കാനും പെണ്ണു പിടിക്കാനും കള്ളു പിടിക്കാനും പലിശക്കും പിടിച്ചുപറിക്കും ചതിക്കും വഞ്ചനക്കും എല്ലാത്തിനും ചങ്ങാതി ഉണ്ടാവും. ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, ബെസ്റ്റികൾ. പുതിയ വൈബ് പറഞ്ഞാൽ ബെസ്റ്റികൾ മനുഷ്യന്മാരുടെ. ഹമീമുൻ ഹമീമ. എന്റെ കോടതിയിൽ അവരെ കാണും, പക്ഷെ ചോദിക്കൂലില്ല. ഓനെന്തെങ്കിലും ആയോ, ഇവരെന്തെങ്കിലും ആയോ, ഓൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവോ? അപ്പന لا يسأل حميم حميما يبصرونهم. അവരവിടെ പരസ്പരം കാണിക്കപ്പെടുകയും ചെയ്യും, തിരിച്ചറിയുകയും ചെയ്യും. എന്നെ നിങ്ങളവിടുന്ന് കാണും മഹ്ശറിന്ന്, നിങ്ങളെ ഖത്തീബിനെ, എന്റെ മുഅ്മിനീങ്ങളെ ഞാനും കാണും. നമുക്ക് പരസ്പരം മനസ്സിലാവും ചെയ്യും. അയാളാ സലാഹുദ്ദീൻ ഉസ്താദാണ്, ഇത് മറ്റേയാളാണ്, ഇത് ഇയാളാണ്, മനസ്സിലാവും. പക്ഷേ ചോദിക്കൂല, എന്റെ അവസ്ഥ രക്ഷപ്പെടുവോ, തോക്കുവോ? ആ വർത്താനം ഇല്ല.
അതേസമയം അവൻ എന്താഗ്രഹിക്കൂന്നറിയുമോ? യവദ്ദുൽ മുജ്രിമു യൗമഇദിൻ, ആ ദിവസം തോന്നിവാസികൾ ആഗ്രഹിച്ചു പോകും, ലൗ യഫ്തദി മിൻ അസാബി യൗമഇദിൻ, ഈ ദിവസത്തെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു കൂലി കൊടുക്കാൻ സാധിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും. അതായിരിക്കും അന്നത്തെ അവസ്ഥ. ഇതല്ലോ കളിച്ചിട്ട് വന്നത് അങ്ങോട്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ചെയ്തു പോയാൽ അള്ളാഹു മാഫാക്കി തരട്ടെ. ഇതല്ലോ കാട്ടിക്കൂട്ടിയിട്ടാ വന്നത്. ചാടെത്തുമ്പോ എന്താ ചിന്ത എന്നറിയോ? ലൗ യഫ്തദി, എന്തെങ്കിലും കൈകൂലി കൊടുത്താൽ സ്വീകരിക്കുമോ? അല്ല എന്തെങ്കിലും പകരം കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടല്ലോ ദുനിയാവില്. ആരെയാ കൊടുക്കാന്നറിയോ? ബിബനി, മക്കളെ. ആർക്ക് വേണ്ടി അള്ളാന്റെ ദീനിനെ മൂടി വെച്ചത്? മക്കൾക്ക് വേണ്ടി. സുന്നത്തിനെ ഒഴിവാക്കി ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടി. ബിബനി, ആ മക്കളെ മുന്നിൽ വെച്ചിട്ട് പറയും, ഇവനെ പിടിച്ചോ, എന്നൊന്ന് രക്ഷപ്പെടുത്തിത്താ. സാഹിബത്ത്, ഭാര്യ. ആർക്ക് വേണ്ടിയാ താടി പിടിച്ച്? ഓക്കിസ്റ്റൽ. ആർക്ക് വേണ്ടിയാണ് തൗഹീദിൽ നിന്ന് സുന്നത്തിൽ നിന്ന് മാറി നിന്നത്? ഭാര്യക്കും ഭാര്യന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഭയങ്കര പ്രശ്നം. അമ്മയ്യപ്പനും അമ്മൂച്ചനും വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കുന്നു. സാഹിബത്തിഹി, ഓന്റെ ഭാര്യ അവൻ നരകത്തിലിടാൻ വേണ്ടി പകരം കൊടുക്കാന്ന് പറയും. വഅഖി, കൂടപ്പിറപ്പുകളെ. വഫസീലതിഹി അല്ലതി തുവി, ഇവൻ അഭയം നേടിയ ഇവന്റെ ബന്ധുക്കളെ. വമൻ ഫിൽ അർദി ജമീഅൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ. അല്ലാഹുവേ, ആരെ വേണമെങ്കിലും ഞാൻ എങ്ങനെങ്കിലും സംസാരം ശരിയാക്കി തരാം. സുമ്മ യുഞ്ചി, എന്നും രക്ഷപ്പെടുത്തിത്താ. എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നു എൻ്റെ നഫ്സിനോടും നിങ്ങളോടും. പുതിയ വർഷം ആലോചിച്ചോളി, തെറ്റുകൾ ഉണ്ടെങ്കിൽ തൗബ ചെയ്തോളി. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ, ഇല്ല അടിമകളെ, ഇല്ല, അവസരം തീർന്നിട്ടാണ് വന്നിരിക്കുന്നത്. ചാൻസുകൾ അവസാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ കാണുന്ന നരകത്തിന്റെ തീ കണ്ടോ നിങ്ങള്? ലദാ, കത്തിജ്വലിക്കുന്ന നരകം. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ, നിങ്ങളുടെ തലയോട്ടിയിലെ തൊലിയെപ്പോലും കരിച്ചു കളയുമത്. ഇനി അതല്ലാണ്ട് നിങ്ങൾക്കൊരു വഴിയും മുമ്പിലില്ല. ഇവിടെ വേറെ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ ദുൽമില്ല, ഇവിടെ നീതിയേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതല്ലേ? ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ബോധത്തോടെ ജീവിക്കണം. നീ നിന്റെ ഇഷ്ടം പോലെ ചെന്നു, ഇനി നിനക്കുള്ളത് ലദാ എന്ന് പറയുന്ന നരകമാണ്. എന്തായിരിക്കും ആ അടിമയുടെ മഹ്ശറിലെ അവസ്ഥ? അള്ളാഹു നരകം കാണിച്ചു തന്നിട്ട് അങ്ങനെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പെടുത്താണ്ട് അള്ളാഹു കാക്കട്ടെ. ആ ലദ എന്ന നരകം ആരെയാണ് വിളിക്കാന്നറിയോ? തദ്ഉ മൻ അദ്ബറ വതവല്ല. തദ്ഉ, ആ നരകം വിളിക്കും. മൻ അദ്ബറ വതവല്ല, പിറകോട്ട് പോവുകയും പുറം തിരിയുകയും ചെയ്തവനെ. സൂറത്തുൽ മആരിജ് ഒതുങ്ങിക്കൂടെ? സഅല സായിലും തുടങ്ങുന്ന സൂറത്തിന്റെ 8 തൊട്ട് 16 വരെ. മൻ അദ്ബറ വതവല്ല, ദീൻ കേട്ടു, ഉപദേശങ്ങൾ കേട്ടു, ഉള്ളിൽ കയറിയില്ല. ഇതേ കേട്ടിയില്ലേ പോയി, ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല. പറയുന്ന ഒരു അവസ്ഥ അങ്ങനെ തന്നെ. നാവ് കൊണ്ട് പറഞ്ഞു, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടത് കയറിയില്ല. അള്ളാഹു കാകട്ടെ. മൻ അദ്ബർ, എന്നിട്ട് പിന്നെയും ബേക്കോട്ട് തന്നെ, പിന്നെയും പുറംതിരിഞ്ഞു നിന്നു, കേൾക്കാത്ത പോലെ. ലദാ എന്ന നരകം അവനെ വിളിക്കും. അതുകൊണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളാൻ. പുതിയ വർഷത്തിൽ തൗബയോടെ മുന്നോട്ട് പോകും. മാത്രമല്ല അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ലുഖ്മാന്റെ 33-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, അള്ളാഹുവിനെ സൂക്ഷിച്ചോളേൻ. എത്ര പ്രാവശ്യം അള്ളാഹു ഖുർആൻ ആ വാക്ക് പറയുന്നു നോക്കി. അള്ളാഹുവിനെ സൂക്ഷിച്ചോളേൻ. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ പേടിച്ചോളിൻ. ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു ബാപ്പയും ഒരു മോനും ഉപകാരപ്പെടൂല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, മോൻ ബാപ്പാക്കും ഒരു ഉപകാരവും ചെയ്യൂല. ആ ബന്ധത്തെ പറ്റി അവിടെ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദാ നുഫിഖ ഫിസ്സൂരി, ആ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, പിന്നെ ബന്ധങ്ങളില്ല. ഉപ്പ, മകൻ, ഭാര്യ, ഭർത്താവ്, പെങ്ങള്, മൂത്താപ്പ, അളയപ്പ,
ബന്ധങ്ങളില്ല. വലായത്തസാഅലൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ല. ആരോ പോലെ കണ്ടറിയും, പക്ഷെ ആരോ പോലെ. അതുകൊണ്ട് മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ നഫ്സിനെ നിർബന്ധമായും തിരുത്തിക്കൊള്ളും. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞു പോയതിൽ വന്നു പോയതിനെ പറ്റി അള്ളാഹിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു പോടാന്ന് പറയില്ല, വല്ലാഹി പറയില്ല, സുമ്മ വല്ലാഹി പറയൂല. കാരണം അള്ളാഹു അത്ര റഹ്മത്തുള്ളവനാണ്. അടിമ അങ്ങോട്ട് പോയിട്ട് അടുക്കുന്നത് ഇത്ര ഇഷ്ടമുള്ള പോലെ വേറെ ഒരു കാര്യത്തിലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദി. അള്ളാഹ്ക്ക് ഏറ്റവും കടുത്ത സന്തോഷമുണ്ടാകുന്നത് അവന്റെ അടിമ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. ആരാ തിരിച്ചു പോവുക? കുരുത്തം കെട്ടോ, തോന്നിവാസം കാണിച്ചോ, അല്ലാത്തവന് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം വൃത്തികെട്ടവനാണ് കഴിഞ്ഞ കാലങ്ങൾ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ തൗബ ചെയ്തു, അയാൾ പള്ളിയിൽ വരാൻ തുടങ്ങി, സ്കരിക്കാൻ തുടങ്ങി, തൗഹീദായി സുന്നത്ത് ഉൾക്കൊള്ളാൻ തുടങ്ങി, അയാളെ കുറ്റപ്പെടുത്തരുത്. ഇനി അയാളെ കഴിഞ്ഞത് പറഞ്ഞ് അയാളെ ആക്ഷേപിക്കരുത്. ഒരു സംഭവം കൂടി ഓർമ്മിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലിലെ 2 ചങ്ങായിമാരെ പറ്റി പറഞ്ഞു. അതിലൊരു ചങ്ങാതി നല്ല ആബിദാണ്, നല്ല ദീനിയാണ്, മറ്റൊരു തെങ്കുരുത്തം കെട്ടോനാണ്, കള്ളുകുടിയും ഒറ്റക്കായിട്ട് ഇങ്ങനെ പോകുന്നു. ഈ ആബിദായ മനുഷ്യൻ ഈ ചങ്ങായിനെ കാണുമ്പോൾ പറയും, എടാ തിന്മയല്ലേ, നിൽക്കടാ, നിർത്തിടാ, നന്നാവടാ. അപ്പൊ ഇവൻ പറയും, ദഅനി വറബ്ബി, മോനെ നീ നിന്റെ പണി നോക്ക്, നീ എൻ്റെ റബ്ബിനെ വിട്ടേക്ക്, അത് ഞാനും എൻ്റെ അള്ളാഹു നോക്കിക്കോളും. പിന്നെയും കാണും, പിന്നെയും പറയും ഇതേ മറുപടി. ഒരിക്കൽ ഈ ആബിദായ നല്ല മനുഷ്യന് ദേഷ്യം പിടിച്ചു. അവൻ പറഞ്ഞു, എന്നെ പോലത്തെ വരുന്നു അള്ളാഹു ഒരിക്കലും മാപ്പാക്കി തരൂല, നീ എല്ലാം എന്ത് നന്നാവാൻ. ചിലപ്പോൾ നമ്മളും പറയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാലത്തുള്ള നബിക്ക് അള്ളാഹു വഹി അറിയിച്ചു, നബിയെ, എന്നാൽ ഇന്നിടത്തൊരു ആബിദായ മനുഷ്യനുണ്ട്, അവൻ എൻ്റെ ഒരു അടിമയോട് പറഞ്ഞിരിക്കുന്നു ഞാനോന് പുറത്തു കൊടുക്കൂല, അവൻ ആരാത് പറയാൻ. അതുകൊണ്ട് അവനോട് പറഞ്ഞേക്കിൻ, നിന്റെ അമലുകൾ മുഴുവനും ഞാൻ ബാത്തിലാക്കി അവന് ഞാൻ പുറത്തു കൊടുത്തു, അവന് ഞാൻ സ്വർഗത്തിലാക്കുകയും ചെയ്തു. നീ ആരാത് പറയാൻ? നീ ആരാത് പറയാൻ? ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കൂലെന്ന് ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്തവനാണെങ്കിലും കൈമുക്ക, കരയുക. ഒരു തുള്ളി കണ്ണുനീര് മതിയാവും. ഒരു തുള്ളി കണ്ണീര് 50 കൊല്ലത്തെ കറകളെ ഒറ്റ സെക്കൻഡിൽ മായ്ക്കാൻ. ആ കണ്ണീര് വരാനാ പണി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ, അള്ളാഹിനെ പേടിച്ച് കണ്ണെന്ന് വരുന്ന കണ്ണീരും ജിഹാദ് ചെയ്ത് ശരീരത്തിൽ നിന്നൊലിക്കുന്ന രക്തവും നരകത്തിന് തൊടൂലെന്നാണ്. അതുകൊണ്ട് മുഹറം മാസത്തില് ഒരു തിരിച്ചു പോക്കിന് അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച 12 മാസങ്ങളിൽ 4 മാസം ഉന്നതമായ മാസങ്ങളാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. അള്ളാന്റെ കിതാബിൽ, അള്ളാന്റെ ലിസ്റ്റിൽ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ആക്കിയതല്ല. മുഹറം തൊട്ട് ദുൽഹിജ്ജ വരെ പണ്ട് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തൊട്ടേ മാസങ്ങളുടെ കണക്ക് 12ആണ്. അതിൽ മുഹറം എന്ന പേര് അള്ളാന്റെ റസൂല് വന്നതിന് ശേഷം വന്നതാണ്. അതിനു മുമ്പൊക്കെ അറബികൾ സഫറുൽ അവ്വൽ എന്ന ഫാസിദിന് പറയാ. മുഹറം 1ാമത്തെ മാസം, 2ാമത്തേത് സഫർ, അത് 2ാമത്തേത്. മുഹറത്തിൽ വെച്ച പേര് സഫറുൽ അവ്വൽ, ആദ്യത്തെ സഫർ എന്ന പേരിലാണ്. മുഹറം എന്ന പേര് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി വന്നതിന് ശേഷമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നിർത്തി, ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ചും ചെറുപ്പക്കാര്. 4 പവിത്രമാണ്. ഈ 4 ഏതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ചില ആൾക്കാർ പറയും നമുക്ക് ഖുർആൻ മതി അമൽ ചെയ്യാൻ. പോരാ, അമൽ ചെയ്യാൻ ഖുർആൻ മാത്രം പോരാ. കാരണം ഖുർആൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ തലച്ചോറ് ഇതുവരെ അള്ളാഹു ആർക്കും കൊടുത്തില്ല. ഖുർആന്റെ ആയത്ത് വായിച്ച് അർത്ഥം വായിച്ചിട്ട് മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള ബുദ്ധിയും അറിവും അള്ളാഹു ആർക്കും കൊടുത്തില്ല. പിന്നെ ഖുർആൻ എന്തുണ്ടെങ്കിലേ മനസ്സിലാവൂ, ഹദീസ് ഉണ്ടെങ്കിലും മാത്രം. ഉടനെ അള്ളാഹു പറഞ്ഞത് വയുഅല്ലിമുഹുമുൽ കിതാബ, നബിയെ നിങ്ങളുടെ ജോലി എന്താണ്? അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം. വൽ ഹിക്മ, പിന്നെ ഹദീസും അഥവാ ഖുർആനിന്റെ തഫ്സീറും. സൂറത്ത് തൗബയിൽ ഇങ്ങനെ വായിക്കാണ്, ഇതാ മാസത്തിൽ വർഷത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് 12 മാസങ്ങളെയാണ്. എവിടുന്ന് കിട്ടിയ 12 മാസം? അതാരാ പറഞ്ഞത്? ഇനി ആ 12 മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. അതാര് പറഞ്ഞു?
നമ്മൾ ഖുർആന്റെ ആളാണ്, നമുക്ക് ഹദീസ് വേണ്ടെന്ന് പറയുന്നവനും 4 മാസം ചോദിച്ചാൽ പറയും ഒന്ന് മുഹറം, പിന്നെ റജബ്, പിന്നെ ദുൽഖഅദ, പിന്നെ ദുൽഹിജ്ജ. അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് ഹദീസിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്. അതുകൊണ്ട് ഖുർആൻ നമുക്ക് മതി, ഹദീസ് വേണ്ടെന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു പോവും, അവൻ ദലാലത്തിലാവും, അവൻ ഹിദായത്തിലാവൂല. പക്ഷെ ശൈത്താൻ എന്താ തോന്നിപ്പിക്കുക? ഖുർആനല്ലേ വേണ്ടത്. ഈ വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം ഹദീസുകളിൽ സംഭവിച്ചിട്ടുണ്ടാവും, പല ന്യായങ്ങളും പലതും പറഞ്ഞു തരും. അപ്പൊ അത് ശരിയാണ്, അത് ശരിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടറിയോ? അവൻ ത്വലാലത്തിന്റെ വഴിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി ദുആ പഠിപ്പിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എല്ലാ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ച് എന്റെ തല തിരിച്ച് എന്നെ ത്വലാലത്തിലാക്കാൻ നീ വിടല്ലേ, എന്നെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. അതെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹു പറഞ്ഞ ആ പവിത്രമായ 4 മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മുഹറം, രണ്ടാമത്തേത് ഇടയിലുള്ള റജബ്, പിന്നെ 2 അടുത്തടുത്തുള്ള ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതാണ് ആ പവിത്രമായ 4 മാസം. അതിലൊന്നാണ് ഈ പറഞ്ഞ മുഹറം. പവിത്രം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? 2 കാര്യം അള്ളാഹു തന്നെ പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസക്കും. ഈ മാസങ്ങളുടെ പവിത്രതയെ, അതിന്റെ ആദരവിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, നന്മകൾ വർദ്ധിപ്പിക്കലാണ്, കാരണം ഇരട്ടി പ്രതിഫലം കിട്ടും. മറ്റൊന്ന്, തിന്മ ചെയ്യാതിരിക്കൽ. ഇമാം ഖതാദ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഈ 4 പവിത്രമായ മാസങ്ങളിൽ നന്മ ചെയ്താൽ പ്രതിഫലം കൂടുതൽ കിട്ടും എന്നതുപോലെ തന്നെ തിന്മകൾ ചെയ്താൽ ആ തിന്മയുടെ ശിക്ഷയും കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിൽ ചെയ്യാനായി നമുക്ക് പ്രത്യേകം പറഞ്ഞെന്ന ചില കാര്യങ്ങളിൽ ഒന്ന് നോമ്പ് വർദ്ധിപ്പിക്കലാണ്. കാരണം നോമ്പ് ഒരു സാദാസീദ ഇബാദത്തല്ല. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അതാരും അറിയാത്ത രഹസ്യമായി ഇഖ്ലാസോടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക അമലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, എനിക്കുള്ളതാണ് നോമ്പ്, എനിക്ക് വേണ്ടിയാ ഓം ഭക്ഷണവും വെള്ളം ഒഴിവാക്കിയത്, ആരും അറിഞ്ഞില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും. നോമ്പ് വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലുള്ള നോമ്പാണ്. ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞു, 12 മാസത്തിൽ 1 മാസത്തെ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ, മുഹറം മാസത്തെ. അതായത് അംബിയാ മുർസലീങ്ങളിൽ പല ആൾക്കാരെയും അള്ളാഹിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അബ്ദഹു, ഖുർആനിൽ അബ്ദഹു, അവന്റെ അടിമ. അവന്റെ അള്ളാഹിലേക്ക് ചേർക്കുമ്പം ഇതാരും നമ്മളെ മറ്റേ ആജിഖാന്റെ പോരാ, അത് ആജിഖാന്റെ ഫദ്ലാണ്. അയാൾക്ക് അത്രയും പേരും പെരുമയും നാട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ അയാളിലേക്ക് ചേർത്തിട്ട് പറയുന്നു. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പം ആ പറയപ്പെട്ട വസ്തുവിന് അത്രയും ശ്രേഷ്ഠതയുണ്ടെന്നർത്ഥം. ബൈത്തുല്ലാഹ്, കഅബയെ പറ്റി പറയുന്ന പേരാണ് ബൈത്തുല്ലാഹ്. ദുനിയാവിലുള്ള എല്ലാ പള്ളിക്കും മസ്ജിദ് എന്ന് പറയാം, പക്ഷെ കഅബക്കല്ല പറഞ്ഞത് ബൈത്തുല്ലാഹിൽ ഹറാം, അള്ളാന്റെ വീട്. ബാക്കിയൊന്നും അള്ളാന്റെ വീട് അല്ലായിട്ടല്ല, പക്ഷെ കഅബക്ക് അത്രയും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു ചേർത്ത് പറഞ്ഞു സ്വന്തം പേരിലേക്ക്. അതുപോലെ പറഞ്ഞ മാസമാണ് ഷഹ്റുല്ലാഹ്, അള്ളാന്റെ മാസമായ മുഹറം. അതുകൊണ്ട് നോമ്പ് വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ചും മുഹറം 10ന്റെ നോമ്പ്, ആശൂറ. മുഹറം 10ന്റെ നോമ്പിന്റെ പ്രത്യേകത ഒന്നതിന്റെ കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതൽ മാദിയ, കഴിഞ്ഞ 1 വർഷത്തെ ചെറുപാപങ്ങൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലാഹു മാപ്പാക്കും. അതൊരു വലിയ ഫദ്ലാണ്, വലിയ ഔദാര്യമാണ്. 1 നോമ്പ് 1 വർഷത്തെ പാപങ്ങളെ മാപ്പാക്കി കളയും. തൊട്ട് മുമ്പത്തെ മാസം അറഫ ദിവസം നമ്മൾ നോമ്പെടുത്തു, അത് 2 വർഷത്തെ പാപങ്ങളെ മാപ്പാക്കി കളയും. ഇതൊക്കെ നിത്യമായി ശ്രദ്ധയോടെ ചെയ്യുന്ന മുഅ്മിനെ സംബന്ധിച്ച് പിന്നെ അവന്റെ ഖൽബിൽ കറകൾ വല്ലാണ്ട് ബാക്കി ഉണ്ടാവൂല. മുഹറം 10ന്റെ നോമ്പിന് അതുകൊണ്ട് അന്ന് മുഅക്കദായ സുന്നത്താണ് മുഹറം 10ന്റെ നോമ്പ്. റമദാനിന്റെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് മുഹറം 10ന്റെ നോമ്പ് നിർബന്ധമായിരുന്നു. പക്ഷെ റമദാൻ നോമ്പ് നിർബന്ധമായി നിയമം വന്നപ്പോൾ ഇതങ്ങ് പോയി, ഇത് സുന്നത്തായി മാറി. ആശൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന് മുമ്പ്, അഥവാ 40 വയസ്സിന് മുമ്പ് മക്കത്തൊരു സാധാരണക്കാരനായി ജീവിക്കുന്ന സമയത്തും ആശൂറയുടെ നോമ്പെടുത്തിട്ടുണ്ട്. മക്കത്തെ കാഫറുകളായ ഖുറൈശികളും ഈ 10ാമത്തെ നോമ്പ് എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം?
ഇമാം നവവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മില്ലത്തെ ഇബ്രാഹിം ഫോളോ ചെയ്ത് ജീവിച്ചു വന്ന ആൾക്കാരാണ് അവര്. അപ്പൊ മില്ലത്തെ ഇബ്രാഹിമിൽ മുഹറം 10 നോമ്പ് നിയമമായിരുന്നു. അത് പരിഗണിച്ചാണ് അന്ന് തന്നെ ജാഹിലിയ്യത്തിലും ഖുറൈശികൾ ആ നോമ്പെടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ എടുത്തിട്ടുണ്ട്. പിന്നെ മദീനത്തേക്ക് പോയി കഴിഞ്ഞപ്പം അവിടെയുള്ള ജൂതന്മാർ നോക്കുമ്പോൾ അവർക്ക് വന്ന് നോമ്പുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു അവരോട്, ഇതെന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഖാലു ഹാദാ യൗമുൻ സാലിഹ്. അവർ പറഞ്ഞു, ഇത് പവിത്രമായ ഒരു ദിവസമാണ്. നജ്ജല്ലാഹു മൂസ വഖൗമഹു വഅഗ്റഖല്ലാഹു ഫിർഔന വഖൗമഹു. ഈ ദിവസമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആൾക്കാരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതും ഫിർഔനെയും പട്ടാളക്കാരെയും കടലിൽ മുക്കിക്കൊന്നതും. അതിന് നന്ദിയായി മൂസ നബി ആ നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ആ നോമ്പെടുക്കാറുണ്ട്. കാരണം അവർ മൂസ നബിന്റെ ഖൗമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനഹ്നു ഔലാ വഅഹഖു ബിമൂസ മിൻകും. നിങ്ങളെക്കാളും വലിയ ബന്ധവും കടപ്പാടും നമുക്കാണ് മൂസയോടുള്ളത്. അതുകൊണ്ട് നിങ്ങളും നോമ്പെടുത്തോളിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന വന്നു. ആ കൽപ്പനയോടുകൂടി ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമായി മാറി മുഹറം 10 നോമ്പ്. പക്ഷെ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹറം 10 നമ്മൾ നോമ്പെടുത്താൽ ഈ ദിവസം യഹൂദികളും നസാറാക്കളും പ്രത്യേകം ആദരിക്കുന്ന ഒരു ദിവസമല്ലേ? അപ്പൊ നമ്മളും അവരെ പോലെയാവൂലേ? ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും സഹാബത്തിന്റെ ചിന്ത പോയത് അങ്ങനെയാണ്. നമ്മൾ ഒന്നായി പോകൂലേ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഇൻ ബഖീതു ഇലൽ ഖാബിൽ, അടുത്ത കൊല്ലം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ലഅസൂമന്ന താസിഅ, 9 ഞാൻ നോമ്പെടുക്കും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറം കഴിഞ്ഞ് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിറിൽ വഫാത്തായി. അടുത്ത കൊല്ലം ഉണ്ടായില്ല നോമ്പെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, മുഹറത്തിന്റെ ഈ പ്രത്യേകമായ നോമ്പ് 3 അവസ്ഥയാണ്. ഒന്നുകിൽ മുഹറം 10 മാത്രം എടുക്കുക, അത് അനുവദനീയമാണ്. എന്നാൽ ചില ഉലമാക്കൾ വേണ്ട എന്ന് പറഞ്ഞു, കാരണം ജൂതന്മാരെ പോലെയായി പോകും. രണ്ടാമത്തെ അവസ്ഥ 9 10 എടുക്കലാണ്. അത് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞങ്ങനെയാണ്, 10 എന്തായാലും എടുക്കുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 എടുക്കും. അപ്പൊ 9 10 എടുത്തിട്ട് ജൂതന്മാർക്ക് എതിരാവുക, അതാണ് ഏറ്റവും അഫ്ദൽ. മൂന്നാമത്തെ അവസ്ഥ 10 11 എടുക്കുക. എന്തിനാ 11? ജൂതന്മാരെ പോലെ ആവാതിരിക്കാൻ. ഇതാണ് 3 അവസ്ഥകൾ. ഒന്നുകിൽ 10 നോമ്പ് മാത്രം, അല്ലെങ്കിൽ 9 10, അതും അല്ലെങ്കിൽ 10 11. എപ്പോഴാ ഇത് എടുക്കേണ്ടത്? ഏതാ ഈ നോമ്പ് എടുക്കേണ്ട ദിവസം? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ദുൽഹജ്ജ മാസത്തിന്റെ പിറ കണ്ടത് തൊട്ട് ഇങ്ങോട്ട് മുഹറം മാസത്തിന്റെ പിറ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടില്ല, ദുൽഹജ്ജ 30 പൂർത്തിയാക്കിയിട്ട് 1 വെച്ച് കണക്കാക്കിയിട്ട് തുടങ്ങുക. അങ്ങനെ തുടങ്ങുമ്പം 9 എന്നാണോ വരിക അന്നെടുക്കുക. നമ്മുടെ നാട്ടിലുള്ള ഉലമാക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം വെള്ളി 9 ശനി 10 എന്ന് പറഞ്ഞവരുണ്ട്, ശനി 9 ഞായർ 10 എന്ന് പറഞ്ഞവരുണ്ട്, ഞായർ 9 തിങ്കൾ 10 എന്ന് പറഞ്ഞവരുണ്ട്. സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നാളെ ശനിയാഴ്ച നോമ്പെടുക്കുക 9-ന്റെ, ഞായറാഴ്ച 10-ന്റെ എടുക്കുക, പിറ്റേന്ന് തിങ്കളാഴ്ച അല്ലേ അതും എടുക്കുക. ഈ 3 ദിവസം എടുത്താൽ 7 ദിവസമാണെങ്കിലും കിട്ടേണ്ട നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. വേറെ ചർച്ചയില്ല, ടെൻഷനില്ല. എന്തായാലും നോമ്പല്ലേ, ഒരു ഇബാദത്തല്ലേ, അനുവദിക്കപ്പെട്ടതുമാണ്. കാരണം തിങ്കളാഴ്ച നോമ്പ് സുന്നത്തുമാണ്. അതുകൊണ്ട് വരുന്ന നാളെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കും. ഇനി ഒരാൾ നോമ്പ് എടുത്തില്ല, ആക്ഷേപിക്കാനൊന്നും പോണ്ട. എന്ത് മുസ്ലിമിടാ നീ നോമ്പെടുക്കാത്തൊരു മുസ്ലിം? സുന്നത്താണ്, എടുത്താൽ ഈ കൂലിയുണ്ട്. എടുത്തില്ലേ, ഇക്കൊല്ലത്തത് പോയി അടുത്ത കൊല്ലം ഉണ്ടോ ഇല്ലെന്നുള്ള അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ്
മഗ്രിബിന് ശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറയും ആ ദിവസവുമായി ബന്ധപ്പെട്ട താരീഖും ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും. ഒരു കാര്യം എൻ്റെ നഫ്സിനോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നല്ല ബലത്തിൽ കെട്ടിപ്പൂട്ടിയ കോട്ടന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ തേടിയെത്തും. ഈ അടുത്ത പ്രദേശത്ത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഈ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെന്താ പറയാ, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ബ്ലോക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതൊക്കെ ഒരു സബബ്, നമ്മൾ പറയുന്ന സബബ്. എങ്ങനെയാ മരിച്ചത്? സമയമെത്തിയപ്പോ. എപ്പോഴാ സമയം എത്തിയത്? 29-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ, 35-ൽ, 40-ൽ. ഒരു മാസം മുമ്പാണ് ഭാര്യ പ്രസവിച്ചത്. ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വരികയാണ്. വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് അറ്റാക്ക്. ആ വഴിക്ക് നേരെ ആഖിറത്തിലേക്ക്. അത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. കിബറ് കാണിക്കാനൊന്നും നേരമില്ല, അഹങ്കരിക്കാനൊന്നും സമയമില്ല, മതിമറന്ന് തുള്ളിച്ചാടാനൊന്നും അവസരമില്ല. മലക്കുൽ മൗത്ത് ഏത് സമയത്തും ബാക്കിലുണ്ട്. എപ്പോൾ പിടിച്ചിട്ട് കൊണ്ടുപോകാന്നറിയില്ല. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങണം. ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഗഫ്ലത്തുൽ ഇൻസാനി അനിൽ മൗത്ത്, മരണത്തെ പറ്റിയുള്ള മനുഷ്യന്റെ അശ്രദ്ധ അഥവാ മരണത്തെ ഓർക്കാതിരിക്കുന്ന ഒരവസ്ഥ, മഅ അന്നഹു ലാ ബുദ്ദ മിൻ, മരിച്ചേ പറ്റൂ എന്ന് ഉറപ്പുണ്ടായിട്ടും. ഇങ്ങനെ മരിച്ചേ പറ്റൂ എന്ന് ഉറപ്പുണ്ടായിട്ടും, നാളെ എക്സാമാണ്, ഒരു വലിയ IAS പരീക്ഷ എന്ന് വെച്ചോളൂ. ചെക്കൻ ഒരാഴ്ച ആയിട്ട് കളി തന്നെ കളി, പഠിക്കുന്നില്ല, ബുക്കും നോക്കുന്നില്ല, ഇരിക്കുന്നില്ല, വായിക്കുന്നില്ല, ഒരു പരിപാടിയില്ല, ഗെയിമും കളിച്ച് TV കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. എന്താ ഉപ്പാവുമ്പോൾ പറയാ, നാളെ പരീക്ഷ ചെക്കന്, അവന്റെ കളി നോക്കി എന്ത് ചെക്കനായത് എന്ന് പറഞ്ഞാൽ, ഇന്നോ നാളെയോ മലക്കുൽ മൗത്ത് ബാക്കിൽ നിന്ന് പിടിക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ കളിയിലാണ്. ചിരി, അട്ടഹാസം, ഓട്ടം, ചാട്ടം, വാദം, ന്യായം, അള്ളാനെ വെല്ലുവിളിക്കുന്നു, റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുന്നു, ഹദീസിനെ കൊഞ്ഞനം കുത്തുന്നു, ഇടപാടുകൾ ശരിയാക്കുന്നില്ല, ഇപ്പോഴും തെറ്റിൽ തന്നെ, കള്ളുകൂടി തന്നെ, മയക്കുമരുന്നിൽ തന്നെ, ഇപ്പോഴും പലിശയിൽ തന്നെ, ഇപ്പോഴും ചെറിയും വിളിച്ച് ചീത്തയും പറഞ്ഞ് ഇങ്ങനെ പോവന്നെ. തൊട്ട് മുമ്പില് നാളെ പരീക്ഷയാണ് താനും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സംഭവിക്കുന്ന ഉറപ്പുണ്ടായിട്ടും മരണത്തിൽ നിന്നും അശ്രദ്ധ കാണിക്കുന്നവൻ മിനൽ അജബ്, ഓന്റെ കഥ അത്ഭുതം തന്നെ, വല്ലാത്തൊരു അത്ഭുതം തന്നെ ആ മനുഷ്യന്റെ അവസ്ഥ. അടുത്ത സെക്കൻഡിൽ പോകേണ്ടി വരുന്ന ഉറപ്പുണ്ടായിട്ടും ഓൻ പൊട്ടിച്ചിരിച്ച് നടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റബീഉ ഇബ്നു ഖൈസം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അക്സിറു ദിക്റ ഹാദൽ മൗത്ത്, നിങ്ങൾ ഈ മരണത്തിന്റെ ഓർമ്മ അധികരിപ്പിച്ചോളി. എന്തുകൊണ്ടറിയോ? ഫഇന്നകും ലം തദൂഖു ഖബ്ലഹു മിസ്ല, ആ മരണത്തിന് ഒരു രുചിയുണ്ട്, അതൊരിക്കലും ഇതിന് മുമ്പ് നിങ്ങൾ രുചിച്ചിട്ടുണ്ടാവില്ല. ബാക്കി എന്ത് സാധനവും ഒരിക്കലെങ്കിലും കണ്ടിട്ടോ നക്കിയിട്ടോ തിന്നിട്ടോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. മരണത്തിന്റെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ അത് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞ അതിമനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആരാണോ മരണത്തിന്റെ ഓർമ്മ വർദ്ധിപ്പിക്കുന്നത്, അതെന്തായാലും വരും, എന്നാലും അതിന്റെ ഓർമ്മ വർദ്ധിപ്പിക്കുന്നുവോ, 3 കാര്യങ്ങൾ അവന് കിട്ടും. 3 കാര്യങ്ങൾ. അതിലൊന്ന് അൽ മുബാദറത്തു ഇല തൗബ, എല്ലാം ഒഴിവാക്കി പെട്ടെന്ന് തൗബ ചെയ്യാൻ വേണ്ടി വരും. ഓർമ്മയില്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞിട്ട് പോകും. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ വേഗം തൗബ ചെയ്യും, വേഗം അല്ലാഹുവിലേക്ക് മടങ്ങും. 2 അൽ ഖനാഅത്തു ബിറിസ്ഖിൻ യസീർ, എന്താണോ അള്ളാഹു ദുനിയാവ് തന്നത് അതിൽ തൃപ്തനായിരിക്കും. അതിന്റെ ബേക്കിൽ ഓടിയിട്ട് ഹറാമിന്റെ വഴിക്ക് പോകില്ല. റിസ്ക് അല്ലാഹ് തന്നുണ്ട്, എന്തായാലും നാളെ മറ്റന്നാളെ മരിക്കുമല്ലോ, അൽഹംദുലില്ലാ, ഇതിനെ കൊണ്ട് സുന്ദരമായി ജീവിക്കാം, ആ സമാധാനം തരും. 3-ാമത്തെ കാര്യം അന്നശാതു ഫിൽ ഇബാദ, ഇബാദത്തുകൾ ചെയ്യാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ ഒക്കെ ഒരു പ്രത്യേക ഉന്മേഷം വരും മരണത്തിന്റെ ഓർമ്മയുണ്ടെങ്കിൽ. ശരിയല്ലേ? വൈകുന്നേരം ഉച്ചക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർ രാവിലെ പഠിക്കുന്ന പഠിപ്പ് കണ്ടിട്ടേ ഇന്നലെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല, ഇന്ന് രാവിലെ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടാവില്ല. ആ ഒരു നശാത്ത് മരണത്തിന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ സദാ ഉണ്ടാവും, രക്ഷപ്പെട്ടു പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
മുഹറം മാസത്തിൻ്റെ തുടക്കം, പുതിയ വർഷത്തിൻ്റെ തുടക്കം മനോഹരമാക്കണം. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല വഴിക്കായിരിക്കുന്നുള്ള നീയത്തെടുത്തിട്ട് മുന്നോട്ട് പോകണം. നീയത്ത് നന്നായാൽ ബേക്കെന്ന് അള്ളാഹു തള്ളിത്തരും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. അള്ളാഹിന് ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള, തൃപ്തിയുള്ള ജീവിതത്തോടെ മുന്നോട്ട് പോവാൻ അള്ളാഹു വലിയ തൗഫീഖുകൾ നസീബാക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ പല രോഗികളുണ്ട്. ഉപ്പമാരും ഉമ്മമാരും ബന്ധുക്കളും ചങ്ങാതിമാരും അയൽവാസികളും. അള്ളാഹു അവർക്കെല്ലാം അവൻ്റെ ഖുദറത്ത് കൊണ്ട് പൂർണ്ണ ശിഫാവും സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷേ വേദനയും സങ്കടവും സാമ്പത്തിക നഷ്ടവും മാനസികമായ ആരോഗ്യക്കുറവും ശാരീരികമായിട്ടുള്ള നഷ്ടവും ഒക്കെ വന്നു പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം കാക്കട്ടെ. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾക്ക് നിർഭയത്വവും സമാധാനവും സന്തോഷവും അള്ളാഹു നസീബാക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.